ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നിവിടെ മക്കളും അണ്ണനൊക്കെ നിൽക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കിച്ചണിൽ കയറി ഒരു ബിരിയാണി അങ്ങ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ? എല്ലാവരും നിൽക്കില്ല, നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലൊന്നും ചർച്ചയിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ഒത്തു പിടിച്ചാൽ നമുക്ക് ഉണ്ടാക്കാമെന്ന്. എല്ലാം പറക്കി ഞാൻ അടുത്തടുത്ത് വെച്ചു. സവാള അരിയിൽ സ്വയം അങ്ങ് അണ്ണൻ ഏറ്റെടുത്തിട്ടുണ്ട്. സവാള അരിയുമ്പോൾ തന്നെ ആയുധം വെച്ച് അണ്ണൻ കീഴടങ്ങി. ഇവരെയും കൊണ്ടാക്കിയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോയെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി. പണി ഞാൻ സ്വയം ചെയ്യേണ്ടി വന്നു. നിങ്ങളെൻ്റെ മുഖത്ത് നോക്കണ്ട, ഞാൻ കണ്ണടച്ചാണ് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഉള്ളി അരിഞ്ഞാൽ അന്നേരം ഞാൻ കരയും. അടച്ചെറിഞ്ഞാൽ കൂടെ വിരലും കൂടെ അരിയത്തില്ലെന്ന് ചോദിച്ചാൽ ഈ കാര്യത്തിൽ എനിക്ക് നല്ല പരിശീലനമുണ്ട്. കാരണം ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഉള്ളി അരിഞ്ഞ് പരാജയപ്പെട്ടപ്പോൾ അണ്ണൻ അടുത്തേക്ക് തക്കാളിയാണ്. നിങ്ങൾ അണ്ണൻ്റെ കൈ നോക്കണ്ട, അണ്ണൻ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. നമ്മളൊക്കെ വലത്തെ കയ്യിൽ കത്തിപ്പിടിക്കും, അണ്ണൻ ഇടത്തെ കയ്യിൽ കത്തിപ്പിടിക്കും. നമുക്കെന്തായാലും പണി നടന്നാൽ പോരെ. അപ്പോൾ ആൾ തകർത്തരിയുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് നോക്കാം. ആ സമയം കൊണ്ട് മോളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും തൊലിച്ച് ചതച്ച് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്ന എൻ്റെ മോനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആൾ പണിയൊന്നും ചെയ്യത്തുമില്ല. മറ്റുള്ളവർക്ക് പണി എങ്ങനെ കൊടുക്കാമെന്നാണ് ആളുടെ ചിന്ത. ചെക്കിങ് ഇൻസ്പെക്ടറാണ്. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഓരോരോ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ പണിയൊന്നും ചെയ്യത്തില്ല. അങ്ങനെ മോളായിട്ടെടുത്ത പണി അവൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിച്ച് അത് ചതച്ച് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കഴുകി അരിയുവാണ്. ഇതുകൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിയലും ചതക്കലെല്ലാം കഴിയും. ഇനി നമുക്ക് ബിരിയാണിയോട് കടക്കാം. ഒറ്റയ്ക്കാണെങ്കിൽ 1 മണിക്കൂർ ഉണ്ടാക്കേണ്ട ബിരിയാണി ഇന്ന് കൂട്ടത്തോടായത് കൊണ്ട് ഏകദേശം 2-3 മണിക്കൂർ എടുത്തു. എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് എന്തിൻ്റെ കേടായിരുന്നോ എന്തോ, എല്ലാത്തിനും കൂടി കൂട്ടത്തോടെ പിടിച്ച് അടുക്കളയിൽ കയറ്റാൻ. പരിപാടി തുടങ്ങാം. 4.5 കപ്പ് അരി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചേക്കുവാണ്. പിന്നെ തക്കാളിയും സവാളയും ക്യാരറ്റും തൈരും മല്ലിയിലയും പുതിനയിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും പിന്നെ ഞാൻ അരിഞ്ഞ ഉള്ളിക്കന്ന് ഇച്ചിരി ഉള്ളി എടുത്ത് ഫ്രൈ ചെയ്തും വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം അടുപ്പിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ബിരിയാണി പൊടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കാം. ഞാൻ ഇന്ന് ചോറ് റെഡിയാക്കുന്നത് നെയ്ച്ചോറ് ആക്കിയിട്ട് അതാണ് ദം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണി പൊട്ട് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും ഇട്ട് ഞാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഐറ്റംസിൽ ചേർക്കാം. പറഞ്ഞാൽ ബിരിയാണി ഞാൻ തമ്മിൽ ആത്മബന്ധം ഉണ്ടായത് മലപ്പുറത്തെത്തിന് ശേഷം. മലപ്പുറത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനോ ബിരിയാണിയെ പറ്റി ഒരു ABCD പോലും എനിക്കറിയില്ലായിരുന്നു. ആ മസാലകളൊന്നും ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് സവാള അതിനകത്ത് ചേർക്കുവാണ്. സവാള ഒരുപാട് മൂപ്പിക്കേണ്ട, ഒന്ന് വരണ്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചയും കൂടി ഞാൻ ഇപ്പം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ മലപ്പുറത്ത് വരുന്നതിന് മുമ്പ് ബിരിയാണി വല്ലപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതല്ലാതെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി അങ്ങനെ ബിരിയാണി കഴിക്കാറില്ല. ഫ്രൈഡ് റൈസ് സ്ഥിരം ഉണ്ടാക്കും, പക്ഷേ ബിരിയാണി ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ലായിരുന്നു. പക്ഷെ മലപ്പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും ഞാൻ അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. വിളിക്കുന്നൊരു ഇച്ചിരി ക്യാരറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കഥ പറയാം. അങ്ങനെ ഞാൻ മലപ്പുറത്ത് വന്നു. മലപ്പുറത്തുനിന്ന് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ സമയത്ത് ഒരു തലശ്ശേരി ബിരിയാണിയാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷയും കാട്ടി നന്നായി വന്നപ്പം എൻ്റെ ഇഷ്ടവും പരീക്ഷണവും കൂടി വന്നു. സവാളയും കേട്ടും ചെറുതായിട്ടൊന്ന് ഞാൻ വരട്ടിയിട്ട് ഇപ്പം ഞാൻ 4.5 കപ്പ് അരി വെള്ളത്തിൽ കുതിർത്ത് അത് വാർത്ത് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയ്ക്ക് അത് ഇട്ട് നല്ലോണം ഇതൊന്നും ഒരു 5 മിനിറ്റെങ്കിലും നമുക്കതൊന്ന് നല്ലോണം അത് അരിയിലെ വെള്ളമൊക്കെ പറ്റി നമ്മളൊരു വറുത്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് എനിക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കുക അരി. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഈ ചോറ് ഒരുപാട് കട്ട കെട്ടിയോ ഒന്നും നമുക്ക് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് ചോറ് കിട്ടും. അപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഇങ്ങനെ നെയ്ച്ചോറ്. ഇനി നമുക്ക് ബാക്കി ബിരിയാണി കഥ പറയാം. അങ്ങനെ തലശ്ശേരി ബിരിയാണിയിൽ പരീക്ഷണം തുടങ്ങിയ ഞാൻ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പല രീതിയിൽ ബിരിയാണി റെസിപ്പികൾ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ മലപ്പുറത്ത് വന്ന് നല്ലൊരു ബിരിയാണി കുക്കായി മാറിയിട്ടുണ്ട്. എന്നാൽ പണിയൊന്നും നടക്കത്തില്ല. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പം ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 4.5 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് എന്ന അളവിലാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. അങ്ങനെ 9 കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചത്, പച്ചവെള്ളം അല്ല. നെയ്ച്ചോറ് അപ്പുറത്തടുപ്പ് തട്ടിയിട്ട് ഞാൻ ഇപ്പുറത്തടുപ്പ് കുക്കർ വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല ഉണ്ടാക്കാം. മസാല ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറൊന്ന് ചൂടായപ്പം ഉള്ളി പൊരിച്ച എണ്ണയാണ് ഞാൻ അതിൽ ഒഴിച്ചേക്കുന്നത്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ട് വഴറ്റാം. ആ പച്ച ചുവയൊന്ന് മാറി കിട്ടിയാൽ മതി. ഇത് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് സവാള ചേർക്കാം. ഞാൻ ഇവിടെ 4 സവാളയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ആ സവാളയും കൂടി ചേർത്ത് ആ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള അത്യാവശ്യം നല്ലോണം വഴറ്റണം. അപ്പം ഉപ്പും ചേർത്ത് സവാള വഴറ്റാൻ വെച്ചിട്ട് ഞാൻ ഉടനെ കൂടെ ഒന്ന് പുറത്തോട്ട് പോയി. പുറത്തെ കാഴ്ച നിങ്ങൾക്ക് കാണണ്ടേ? പുറത്ത് നല്ല സൂപ്പറായിട്ട് മഴ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം ഞാനും ഉടനെ മഴയും കണ്ട് കുശലവും പറഞ്ഞിടയ്ക്ക് അവിടെ നിന്നു. ഇനിയും ഒരുപാട് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ബിരിയാണി വെക്കേണ്ടി വരത്തില്ല, നമ്മൾ ഉള്ളി കരിഞ്ഞു. അപ്പം ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. ഇനി മഴയുടെ സൗണ്ട് കേട്ട് കുക്ക് ചെയ്യാനും എനിക്കിഷ്ടമാണ്, ഉറങ്ങാനും ഇഷ്ടമാണ്. അപ്പം ഇന്ന് മഴയുടെ സൗണ്ടും കേട്ട് ബാക്കി ബിരിയാണി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. വന്നപ്പോഴത്തേക്ക് ഉള്ളി സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്.
അണ്ണൻ പ്രത്യേകം പറയാൻ പറഞ്ഞു ഞാൻ അരിഞ്ഞ തക്കാളിയാണ്. അങ്ങനെ തക്കാളി ഇട്ട് നമുക്കൊന്ന് വരട്ടാം. കുറച്ചിട്ട് ഞാൻ വരട്ടാന്നും പറഞ്ഞ് എൻ്റെ ഈ ആയുധം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുകയാണ് നമുക്ക് തക്കാളി ഓവറായിട്ട് വരട്ടണ്ട, കാരണം നമുക്കത് മസാല ഇട്ടിട്ട് കുക്കറി അടിക്കാനുള്ളതല്ലേ. അപ്പം തക്കാളി നമുക്ക് ഓവറായിട്ട് വരട്ടണ്ട. പക്ഷെ ആളങ്ങ് വരട്ടലാണ്. പൊടികൾ ചേർത്തു, പക്ഷെ അത് നമുക്ക് ക്യാമറയിൽ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചേർത്ത പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 സ്പൂൺ ഗരം മസാലയും 1/4 സ്പൂൺ ചിക്കൻ മസാലയും ചേർത്തു. അതിനൊപ്പം തന്നെ മല്ലിയിലയും പുതിനയിലയും അരിതും കൂടി ഇച്ചിരി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് അത് തൈര് ചേർക്കണം, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് ഏകദേശം ഒരു 1/2 കപ്പോളം തൈരും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കതിനകത്ത് ചിക്കൻ ചേർക്കാൻ. ചിക്കനും കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പ് ഇപ്പം ചേർക്കണ്ട, കാരണം നമ്മൾ ഉള്ളി വരട്ടിയപ്പോഴും ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റിന് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. അങ്ങനെ ചിക്കൻ മിക്സ് ചെയ്ത് കുക്കർ അടച്ചിട്ടുണ്ട്. നമുക്കിനി ഒറ്റ ബിസിലാക്കണം. ഒരടുപ്പിൽ മസാലയും മറ്റടുപ്പിൽ ചോറും വെച്ചിട്ട് ഞങ്ങൾ മറ്റ് കുറച്ച് പരിപാടികളായിട്ട് ഞങ്ങളൊന്ന് ഇരുന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, പഴുത്ത ചക്കയും ഞങ്ങൾ കുറേ നാൾ കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടുകയാണ് ഈ പഴുത്ത ചക്ക. കാരണം ഞങ്ങൾക്ക് പഴുത്ത ചക്ക കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. കോട്ടേഴ്സിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല. ഇത് ഞങ്ങൾ കാശ് കൊടുത്തും പുറത്ത് വാങ്ങിച്ചതാണ്. ഇന്നലെ സാധനം വാങ്ങാൻ പോയപ്പോൾ നമ്മളെ പച്ചക്കറിക്കടയിൽ നിന്ന് കിട്ടുകയാണ് ഒരു ചക്ക. അങ്ങനെ ആ ചക്കയും ചക്ക മാത്രമല്ല മാങ്ങയ്ക്കകത്ത് ഉപ്പും മുളകും ഇട്ട് അതും കൂടി ചേർത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എന്താവോ എന്തോ. അങ്ങനെ കിച്ചണിൽ ചെന്നപ്പോഴത്തേക്കും നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറെ പാത്രം അടപ്പേ വെച്ചിട്ട് ഈ മസാലയിലെ വെള്ളം മാത്രം അതിലോട്ട് മാറ്റുവാണ്. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഗരം മസാലയും ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇടുവാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, അതിൽ നിന്ന് നേരെ പാതി ഉള്ളി ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ഒരു 1/4 സ്പൂൺ ചിക്കൻ മസാല ഇട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇളക്കി സഹായിക്കാൻ ആളെത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം നമ്മളിത് ഇളക്കിയിട്ടൊന്ന് ആ വെള്ളം കുറച്ചൊന്ന് വറ്റണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ബിരിയാണിയുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ അടുത്ത പ്രാവശ്യം ബിരിയാണി വെക്കുമ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ബിരിയാണി നമുക്ക് കിട്ടും. ഇതാ നമ്മുടെ മസാലയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ചേർക്കാൻ പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ മസാല ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ചിക്കനും നമ്മളെ മസാല എല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യണം. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് മിക്സ് ചെയ്താൽ ചിക്കൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് പതിയെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തടുപ്പിൽ നമ്മളെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ദം ചെയ്താൽ മാത്രം മതി, ബിരിയാണി റെഡി. തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ഞാൻ മറ്റൊരു ബിരിയാണി പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് ദം ചെയ്യാൻ പോകുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചോറ് മുഴുവനായിട്ടും തട്ടുവാണ്. ഈ ചോറ് നമുക്കൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാളയും ഒരു നുള്ള് ഗരം മസാല കൂടി ഇട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടുവാണ്. ഇനി നമുക്ക് ദം ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മുന്തിരിങ്ങ 2 പേരും കൂടി വറുത്തതും ഇടാം, പക്ഷെ ഞാൻ ചേർത്തിക്കുന്നില്ല. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ഇപ്പം ഗ്യാസ് അടുപ്പിൻ്റെ പുറത്താണ് ദം ചെയ്തത്. അതിൻ്റെ പുറത്ത് വെയിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ദം ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കിയപ്പം നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പി കാണാം. കണ്ടാൽ തന്നെ അറിയാം നമ്മളെ ബിരിയാണി നല്ല അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ കഴിക്കാൻ ആൾക്കാർ റെഡിയാണ്. അപ്പം നമുക്കിനി ഇത് വിളമ്പി എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അവധിയുള്ള ദിവസം മാത്രമേ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കാറുള്ളൂ. അപ്പം ഞങ്ങളിന്ന് ഒന്നിച്ച് ബിരിയാണി ഉണ്ടാക്കി ഒന്നിച്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് കൂടി ചെയ്യണേ.